a channel for current affairs and general knowledge. ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. Channel for current affairs and general knowledge. നമ്മൾ പറയാൻ പോകുന്നത് മാർച്ച് 4 കറണ്ട് അഫയേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് കറണ്ട് അഫയേഴ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ഒരു ചോദ്യമാണ്, വിച്ച് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസസ് ഇന്ദിരാമ ഹൗസിംഗ് സ്കീം? ഇന്ദിരാമ ഹൗസിംഗ് സ്കീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കീം ലോഞ്ച് ചെയ്ത് ഏത് ഗവൺമെൻറ് ആണെന്നാണ്. ഓപ്ഷൻ എ കർണാടക, ഓപ്ഷൻ ബി ആന്ധ്ര, ഓപ്ഷൻ സി കേരള, ഓപ്ഷൻ ഡി തെലുങ്കാന. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി തെലുങ്കാനയാണ് നോക്കുക. അടുത്താണ്, അതായത് ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ് ആണ് മാർച്ച് 4. അത് പ്രകാരം പുതിയ പാകിസ്ഥാൻ പ്രധാനമന്ത്രി, അതായത് നമുക്കറിയാം പാകിസ്ഥാനിൽ കുറച്ചായിട്ട് ഇലക്ഷനൊക്കെ നടക്കുമായിരുന്നു, അതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ പുതിയ പ്രധാനമന്ത്രി വന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരാണ് ഷഹബാസ് ഷെരീഫ് എന്ന് നോക്കുക. അതുപോലെ തന്നെ ഇന്ത്യയിലത്തെ പുതിയ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ CVC സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആരാന്ന് ചോദിച്ചാൽ S രാജീവാണ് നോക്കുക. അതേപോലെ തന്നെ NSGയുടെ പുതിയ DIG ആരാന്ന് നോക്കിയാൽ രാഹുൽ R നായരാണെന്ന് നോക്കാം. അതേപോലെ തന്നെ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി കേരള റീജിയണൽ ഡയറക്ടർ, കേരളത്തിൻ്റെ ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PK ദിലീപ് ആണെന്ന് നോക്കാം. സോ പാകിസ്ഥാൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷഹബാസ് ഷെരീഫാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ പുതിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ S രാജീവാണ്. NSGയുടെ DIG ആരാന്ന് നോക്കിയാൽ രാഹുൽ R നായരാണെന്ന് നോക്കാം. അതേപോലെ തന്നെ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി കേരളത്തിൻ്റെ ആരാന്ന് ചോദിച്ചാൽ PK ദിലീപ് ആണെന്നും കൂടി നോക്കുക. അടുത്താണ്, ഇന്ത്യസ് സെക്കൻഡ് സ്പേസ് പോർട്ട് ടു കം അപ്പ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഇന്ത്യയുടെ രണ്ടാമത്തെ സ്പേസ് പോർട്ട് വിക്ഷേപണ കേന്ദ്രം എവിടെയാണെന്നാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് വരാൻ പോകുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ കേരള, ഓപ്ഷൻ ബി തമിഴ്നാട്, ഓപ്ഷൻ സി ആന്ധ്ര, ഓപ്ഷൻ ഡി തെലുങ്കാന. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി തമിഴ്നാടാണ് നോക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്, രണ്ടാമത്തെ വരാൻ പോകുന്നത് കുലശേഖരപട്ടണത്താണെന്നുള്ളത്. അത് തമിഴ്നാടാണ്. ഏതാണ്ട് 2026 ആകുമ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. മാത്രമല്ല 950 crore ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കുന്നതും. പിന്നെ ഇത് എത്ര ഏക്കർ സ്ഥലത്തിലാണെന്ന് ചോദിച്ചാൽ 2233, ഒരു ഫാൻസി നമ്പറാണ്. 2233 ഏക്കർ സ്ഥലത്താണ് ഈ രണ്ടാമത്തെ സ്പേസ് പോർട്ട് വരുന്നതെന്ന് നോക്കുക. 950 crore, അതായത് 950 കോടിയാണ് ഇതിനു വേണ്ടി ചിലവാക്കുന്നതും. 2233 ഏക്കർ സ്ഥലവും ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. അടുത്താണ് എഴുത്തച്ഛൻ പുരസ്കാരം. ഇതൊക്കെ 2023 കേട്ടോ. അപ്പോൾ ഒന്ന് കുറച്ച് എക്സ്ട്രാ കെയർ തന്നെ നോക്കുക. കാരണം PSC പോലുള്ള എക്സാമുകൾക്ക് ഏറ്റവും പ്രധാനം ഇതുപോലെ അവാർഡിനെ പറ്റിയിട്ടാണ് കൂടുതൽ അവർ ചോദിക്കുള്ളൂ. അതായത് 2023 എഴുത്തച്ഛൻ പുരസ്കാരം, അതേപോലെ തന്നെ തകഴി പുരസ്കാരം, ഓടക്കുഴൽ പുരസ്കാരം പോലുള്ള. സോ എഴുത്തച്ഛൻ പുരസ്കാരം 2023 കൊടുത്ത SK വസന്തമാണെന്ന് നോക്കുക. അതുപോലെ തന്നെ തകഴി സാഹിത്യ പുരസ്കാരം ഇത് ഇപ്പോൾ ഈ 2024 കൊടുത്തതാണ്. ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MK സാനുവിനാണെന്ന് നോക്കുക. ഓക്കെ. അതേപോലെ തന്നെ മലയാറ്റൂർ പുരസ്കാരം അത് 2 തരത്തിൽ കൊടുക്കുന്നുണ്ട്. അത് മലയാറ്റൂർ പുരസ്കാരം കൊടുത്തത് അല്ലെങ്കിൽ കിട്ടിയത് ആരാണെന്ന് ചോദിച്ചാൽ സാറാ ജോസഫാണ്. എസ്തർ എന്ന നോവലിലാണ് കിട്ടിയതെന്നും കൂടി നോക്കുക. അതുപോലെ ഈ മലയാറ്റൂർ പുരസ്കാരം ഈ യുവ എഴുത്തുകാർക്കും കൊടുക്കുന്നുണ്ട്. അത് നേടിയത് രജനി സുരേഷിനാണെന്ന് നോക്കുക. അതേത് കൃതിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളുവനാടൻ വിഷുക്കുടുക്ക എന്ന് പറഞ്ഞ കൃതിക്കാണ് കിട്ടിയതെന്നും കൂടി നോക്കുക. പിന്നെ അടുത്തതാണ് ഉഷ ഇൻ്റർനാഷണൽ ഡയാലിസിസ് മാൻ അവാർഡ്. ഉഷ ഇൻ്റർനാഷണൽ ഡയാലിസിസ് മാൻ അവാർഡ് കിട്ടിയത് ആനന്ദ് കുമാറിനാണെന്നും കൂടി നോക്കുക. അതുപോലെ തന്നെയാണ് ആകാശ് ദീപ് അവാർഡ്. ഓക്കെ, ആകാശ് ദീപ് അവാർഡ് കിട്ടിയത് അത് 2 ഭാഷയിലാണ് കൊടുക്കുന്നത്. ഒന്ന് ഹിന്ദിയിലും അതുപോലെ മറ്റേ ഭാഷയിലും. ഹിന്ദിയിലാണെങ്കിൽ വിനോദ് കുമാർ ശുക്ലയാണെന്ന് നോക്കുക. മറ്റേ ഭാഷകൾക്കാണെങ്കിൽ MTക്കാണ് എന്നും കൂടി നോക്കുക. അതേപോലെ തന്നെയാണ് MK അർജുനൻ ഫൗണ്ടേഷൻ അവാർഡ് കിട്ടിയത് ആർക്കാണെന്ന് ചോദിച്ചാൽ അമൽദേവിനാണ് നോക്കുക, ജെറി അമൽദേവ്. സോ എഴുത്തച്ഛൻ പുരസ്കാരം 2023 ഇത് കൊടുത്തത്. അത് ആർക്കാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ SK വസന്തമാണെന്ന് നോക്കുക. തകഴി സാഹിത്യ പുരസ്കാരം ആർക്കാണ് കിട്ടിയെന്ന് നോക്കിയാൽ MK സാനുവിനാണെന്ന് നോക്കുക. അതുപോലെ തന്നെ മലയാറ്റൂർ പുരസ്കാരം 2 തരത്തിൽ കൊടുക്കുന്നുണ്ട്. അത് സാറാ ജോസഫിൻ്റെ എസ്തർ എന്ന നോവലിലും. അതുപോലെ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരമാണ് രജനി സുരേഷിനാണ് കൂടി നോക്കുക. രജനി സുരേഷിൻ്റെ വെള്ളുവനാടൻ വിഷുക്കുടുക്ക എന്ന കൃതിക്കാണ് കിട്ടിയതും കൂടി നോക്കുക. അതുപോലെ തന്നെ ഉഷ ഇൻ്റർനാഷണൽ ഡയാലിസിസ് മാൻ അവാർഡ് കിട്ടിയത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനന്ദ് കുമാറിനാണെന്ന് നോക്കുക.
ആകാശ് ദീപ് അവാർഡ് മറ്റേ ഭാഷയിലാണെങ്കിൽ MTക്കും ഹിന്ദിയിലാണെങ്കിൽ വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് നോക്കുക. അതുപോലെ തന്നെ MK അർജുനൻ ഫൗണ്ടേഷൻ അവാർഡ് കിട്ടിയത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമൽ ദേവിനാണ് നോക്കുക, ജെറി അമൽ ദേവ്. അടുത്താണ് ഭാരത് രത്ന. നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ ഭാരത് രത്നയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 1954 ആദ്യം കൊടുത്തത് 1954 മുതൽ ഇപ്പോൾ ഈ 2024 വരെയുള്ള സകല ഭാരത് രത്ന നേടിയ ആൾക്കാരെ പറ്റിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ അവാർഡ്സ് എന്ന സെക്ഷനിൽ കാണാം. സോ അത് നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം. കാരണം ഇതിന്ന് ഒരു മാർക്കിനുള്ള ഒരു ചോദ്യമെങ്കിലും ചോദിക്കാവുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. അതായത് നമുക്ക് നോക്കിയാൽ കാണാം, ഭാരത് രത്ന നേടുന്ന രണ്ടാമത്തെ മലയാളി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? തീർച്ചയായിട്ടും MS സ്വാമിനാഥനാണെന്ന് നോക്കാം. ഓക്കെ, MS സ്വാമിനാഥൻ. കാരണം എന്താ? ആദ്യം നേടിയത് MGR ആണ് നോക്കാം. ഇദ്ദേഹം പാലക്കാടാണ് ജനിച്ചത്. ഓക്കെ, പാലക്കാടാണ് മൂപ്പര് ജനിച്ചതെന്നാണ് പറയുന്നത്. മൂപ്പര് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായ വ്യക്തിയും കൂടിയാണ് MGR നോക്കുക. സോ രണ്ടാമത്തെ വ്യക്തിയായിട്ട് പറയുന്ന ആരാ? MS സ്വാമിനാഥനാണ്. ഈ MS സ്വാമിനാഥനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഭാരത് രത്ന എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ അടുത്താണ് സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച ഡോക്യുമെൻ്ററി സംവിധായകനുള്ള അവാർഡ് നേടിയത് ആരാന്ന് ചോദിച്ചാൽ മണിലാലാണെന്നും കൂടി നോക്കുക. അതേപോലെ തന്നെ ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ സ്വകാര്യ ലാൻഡർ. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ സ്വകാര്യ ലാൻഡർ ഏതാണെന്ന് ചോദിച്ചാൽ ഒഡീസിയസ് ആണെന്ന് നോക്കുക. US-ൻ്റെ ആണെന്ന് നോക്കുക. ആസ്ട്രാബോട്ടിക് US-ൻ്റെ ആണെന്നും കൂടി നോക്കുക. ഒഡീസിയസ്. അതേപോലെ സൂര്യനിൽ അതിഭീമമായ ഒരു സൂര്യകളങ്കം കണ്ടതായിട്ട് സയൻറ്റിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരാണ് AR3576 AR3576 എന്നും കൂടി നോക്കുക. സോ ഭാരത് രത്ന നേടുന്ന രണ്ടാമത്തെ മലയാളി MS സ്വാമിനാഥൻ, ആദ്യത്തെ MGR. സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച ഡോക്യുമെൻ്ററി സംവിധായകനുള്ള അവാർഡ് ആർക്കാ കിട്ടിയെന്ന് ചോദിച്ചാൽ മണിലാലാണ്. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ സ്വകാര്യ ലാൻഡർ ഏത് രാജ്യത്തിൻ്റെയാണെന്ന് ചോദിച്ചാൽ US-ൻ്റെ ആണ്. ആസ്ട്രാബോട്ടിക്കിൻ്റെ ഒഡീസിയസ് എന്ന ലാൻഡറാണ് ഇറങ്ങിയെന്ന് നോക്കുക. അതുപോലെ സൂര്യനിൽ അതിഭീമമായിട്ടുള്ളൊരു സൂര്യകളങ്കം കണ്ടെത്തിയായിട്ട് പറയുന്നു. അതിൻ്റെ പേരാണ് AR3576. അടുത്താണ് ഇന്ത്യൻ നേവി ഈസ് ഇൻ ദ പ്രോസസ് ഓഫ് കമ്മീഷനിങ് ഇറ്റ്സ് ഫസ്റ്റ് സ്ക്വാഡ്രൺ ഓഫ് ന്യൂലി അക്വയർഡ് MH-60R സീഹാക്ക് മൾട്ടി റോൾ ഹെലികോപ്റ്റർ അറ്റ് വിച്ച് നേവൽ ബേസ്. അതായത് ഇന്ത്യക്ക് പുതിയതായിട്ട് കിട്ടിയിട്ടുള്ള MH-60R സീഹാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെലികോപ്റ്റർ കിട്ടിയിട്ടുണ്ട്. അത് ഏത് നേവൽ ബേസിലാണ് അത് കമ്മീഷൻ ചെയ്യുന്നതാണ് ചോദ്യം. ഓപ്ഷൻ A കൊച്ചി, ഓപ്ഷൻ B വിശാഖപട്ടണം, ഓപ്ഷൻ C മുംബൈ, ഓപ്ഷൻ D ചെന്നൈ. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ കൊച്ചി. നമ്മുടെ കൊച്ചി നേവൽ ബേസിലാണ് ഈ MH-60R എന്ന് പറഞ്ഞ സീഹാക്ക് ഹെലികോപ്റ്റർ കമ്മീഷൻ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കുക. അടുത്താണ് ദ ഫസ്റ്റ് മേക്ക് ഇൻ ഇന്ത്യ AS-TDS ടഗ്. ഒരു ടഗ്, ഈ കപ്പലുകളെ വളച്ചു കൊണ്ടുവരുന്ന ഒരു ചെറിയ കപ്പലുകളല്ല, അതാണ് ടഗ്. സോ AS-TDS ടഗ് എവിടെയാണ് ഡെവലപ്പ് ചെയ്തതെന്ന് ചോദിച്ചാൽ കൊച്ചിൻ ഷിപ്പ്യാർഡാണെന്ന് നോക്കുക. അതേപോലെ തന്നെ അതിൻ്റെ പേരാണ് ഓഷ്യൻ ഗ്രേസ് എന്നും കൂടി നോക്കുക. സോ ഫസ്റ്റ് മെയ്ഡ് ഇൻ ടഗ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഷ്യൻ ഗ്രേസ് ആണ്. കൊച്ചിൻ ഷിപ്പ്യാർഡാണ് ഡെവലപ്പ് ചെയ്തതെന്ന് നോക്കുക. ഈ കൊച്ചിൻ ഷിപ്പ്യാർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തുണ്ടെങ്കിൽ അതും കാണുക. ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് നാഷണൽ അർബൻ കോപ്പറേറ്റീവ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. അതായത് നാഷണൽ അർബൻ കോപ്പറേറ്റീവ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹി ആണെന്ന് നോക്കുക. അത് ഓർത്തിരുന്നാൽ മതി. അതേപോലെ തന്നെ IRDA പുതിയ ബ്രോക്കർ ലൈസൻസ് കൊടുത്ത് ആർക്കാന്ന് ചോദിച്ചാൽ ഒന്ന് പോളിസി ബസാറിനും PB ഫിൻടെക്കിനാണ് കൂടി നോക്കുക. പോളിസി ബസാറും PB ഫിൻടെക്. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട് ഇപ്പോൾ പുതിയ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്ലിപ്കാർട്ട് UPI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേയ്മെൻറ്റ് മെത്തേഡ് അത് ആക്സിസ് ബാങ്ക് വെയിറ്റ് ചേർന്നിട്ടാണ് ചെയ്തതെന്നും കൂടി നോക്കുക. സോ ഇന്ത്യയുടെ ആദ്യത്തെ AS-TDS ടഗ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഷ്യൻ ഗ്രേസ് ആണ്. കൊച്ചിൻ ഷിപ്പ്യാർഡാണ് ഡെവലപ്പ് ചെയ്തതെന്ന് നോക്കുക. അതേപോലെ നാഷണൽ അർബൻ കോപ്പറേറ്റീവ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയാണെന്ന് നോക്കുക. IRDAൻ്റെ ഇൻഷുറൻസ് ലൈസൻസ് ബ്രോക്കർ ലൈസൻസ് നേടിയത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ പോളിസി ബസാർ അതുപോലെ തന്നെ PB ഫിൻടെക് ആണെന്ന് നോക്കുക. ഫ്ലിപ്കാർട്ട് പുതിയ UPI സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. ആക്സിസ് ബാങ്ക് വഴി ചേർന്നിട്ടാണെന്നും കൂടി നോക്കുക. അടുത്താണ് കോൾ ഇന്ത്യ ലിമിറ്റഡ് സൈൻഡ് ആൻ MOU വിത്ത് വിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ടു സപ്പോർട്ട് PM's ഗതിശക്തി മിഷൻ. പ്രധാനമന്ത്രി ഗതിശക്തി മിഷൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സഹായം കൊടുക്കാൻ വേണ്ടിയിട്ട് കോൾ ഇന്ത്യ ലിമിറ്റഡും പിന്നെ ഏത് IIM-ഉം ചേർന്നിട്ടാണ് സപ്പോർട്ട് കൊടുക്കുന്നതാണ് ചോദ്യം. ഓപ്ഷൻ IIM മുംബൈ ആൻഡ് സാമ്പൽപൂർ, കൽക്കട്ട ആൻഡ് ബാംഗ്ലൂർ, C വിശാഖപട്ടണം ആൻഡ് അഹമ്മദാബാദ്, ഓപ്ഷൻ D ലക്നൗ ആൻഡ് കൽക്കട്ട. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ IIM മുംബൈയും സാമ്പൽപൂരും
പ്ലസ് കോൾ ഇന്ത്യ ലിമിറ്റഡും കൂടിയായിട്ടാണ് ഗതിശക്തിക്ക് വേണ്ടിയിട്ടുള്ള സഹായം ബാക്ക് സപ്പോർട്ടും കൊടുക്കുന്നതെന്ന് നോക്കുക. അടുത്താണ് ഹജ്ജ് സുവിധ ആപ്പ്. ഒരു പുതിയ ആപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഹജ്ജ് സുവിധ ആപ്പ് എന്ന് പറയുന്നത് അത് വേറൊന്നുമല്ല, ഈ പിൽഗ്രിംസ്, അതായത് ഹജ്ജ് പിൽഗ്രിംസിന് വേണ്ടിയിട്ടുള്ള സഹായം കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്ന ആപ്പാണ് ഹജ്ജ് സുവിധ ആപ്പ്. അതിന് റിലീസ്, അതായത് അതിൻ്റെ ഇനോഗ്രേഷൻ ചെയ്ത ആരാന്ന് വെച്ചാൽ സ്മൃതി ഇറാനിയാണെന്ന് നോക്കുക. അതേപോലെ തന്നെ ബെസ്റ്റ് പെർഫോമൻസ് ഇൻ അക്കൗണ്ട്സ് അവാർഡ്, അതായത് അക്കൗണ്ട്സിലുള്ള ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് നേടിയത് ഏത് സ്ഥാപനം ചോദിച്ചാൽ, അല്ലെങ്കിൽ മിനിസ്ട്രി എന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ആണെന്ന് നോക്കുക. അതേപോലെ തന്നെ മഹാരാഷ്ട്ര ഭൂഷൺ അവാർഡ് നേടിയത് പ്രദീപ് മഹാജൻ ആണെന്ന് നോക്കാം. സോ മഹാരാഷ്ട്ര ഭൂഷൺ അവാർഡ് പ്രദീപ് മഹാജൻ. അതേപോലെ തന്നെ BPCLൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെട്രോൾ ഉണ്ട്, അതിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആരെന്ന് ചോദിച്ചാൽ നീരജ് ചോപ്രയെന്ന് നോക്കാം. അതേപോലെ തന്നെ തുവാലു എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആരെന്ന് ചോദിച്ചാൽ ഫെലിറ്റി ടിയോ ആണെന്ന് നോക്കുക, ഫെലിറ്റി ടിയോ. അതേപോലെ തന്നെ നിയോലിറ്റിക് ചൈൽഡ് ബൊറിയൽ സൈറ്റ്, അതായത് പാലിയോലിറ്റിക്, നിയോലിറ്റിക് ആൻഡ് മീസോലിറ്റിക്, ഇങ്ങനെ 3 എണ്ണം ഉണ്ടല്ലോ പഴയ കാലത്തെ. അതിൽ ഈ നിയോലിറ്റിക് സൈറ്റിൽ നിന്നും ഒരു പഴയ നിയോലിറ്റിക് സൈറ്റിലെ ഒരു കുട്ടീൻ്റെ ബറിയൽ സൈറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലെ ചെങ്കൽപ്പേട്ടാണെന്ന് കൂടി നോക്കാം. സോ ഹജ്ജ് സുവിധ ആപ്പ് ഹജ്ജ് പിൽഗ്രിംസിന് വേണ്ടിയിട്ടാണ് നോക്കുക. ബെസ്റ്റ് പെർഫോമൻസ് ഇൻ അക്കൗണ്ട് അവാർഡ് നേടിയ മിനിസ്ട്രി ഏതെന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ആണ്. അതേപോലെ തന്നെ മഹാരാഷ്ട്ര ഭൂഷൺ അവാർഡ് നേടിയത് ആരാന്ന് ചോദിച്ചാൽ പ്രദീപ് മഹാജനാണ് നോക്കുക. ബ്രാൻഡ് അംബാസഡർ ഈ BPCLൻ്റെ, അതായത് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ സ്പീഡ് പെട്രോളിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആരാന്ന് ചോദിച്ചാൽ നീരജ് ചോപ്രയെ നോക്കുക. അതുപോലെ തന്നെ തുവാലു എന്ന രാജ്യത്തിൻ്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആരെന്ന് ചോദിച്ചാൽ ഫെലിറ്റി ടിയോ ആണ്. നിയോലിറ്റിക് ചൈൽഡ് ബറിയൽ സൈറ്റ് എവിടെയാണ് കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ ചെങ്കൽപ്പേട്ട് തമിഴ്നാടിനാലും കൂടി നോക്കുക. അടുത്താണ് യാർസ് മിസൈൽ റീസെൻ്റ്ലി സീൻ ഇൻ ദ ന്യൂസ് ഇസ് ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഡെവലപ്പ് ബൈ വിച്ച് കൺട്രി. ഈ യാർസ് എന്ന് പറഞ്ഞ മിസൈൽ ഡെവലപ്പ് ചെയ്തത് ഏത് രാജ്യമാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ റഷ്യ, ഓപ്ഷൻ ബി ചൈന, ഓപ്ഷൻ സി ഇസ്രയേൽ, ഓപ്ഷൻ ഡി ഇന്ത്യ. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ റഷ്യയാണ് ഇത് ഡെവലപ്പ് ചെയ്തതെന്ന് ചോദിക്കുക. ഇതിൻ്റെ ദൂരപരിധി എത്രയെന്ന് ചോദിച്ചാൽ 12,000 കിലോമീറ്റർ ആണെന്ന് കൂടി നോക്കാം. ഓക്കെ, സോ ഈ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ, അതായത് ICBM എന്ന് പറയും, ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ, ഇതൊരു ബാലിസ്റ്റിക് മിസൈലാണ്. അതുപോലെ തന്നെ ക്രൂയിസ് മിസൈലും ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പല വെറൈറ്റി നമ്മുടെ ഇന്ത്യൻ്റെ കയ്യിലുണ്ട്. ക്രൂയിസ് മിസൈലിൻ്റെ വെറൈറ്റിയാണ് ബ്രഹ്മോസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ളൊക്കെ ഒരു വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. കാരണം ഇത് ഒറ്റ ക്ലാസ്സിൽ, അതായത് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യേണ്ടതാണ്. ഈ ക്രൂയിസ് മിസൈൽ എന്താണ്, അതേപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈൽ എന്താണെന്നുള്ളത്. സോ അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം. അടുത്താണ് കുറച്ച് തീംസ് ആണ്. അതായത് മാർച്ച് 3 പ്രധാനപ്പെട്ട ഒരു ദിവസം എന്ന് പറഞ്ഞാൽ വൈൽഡ് ലൈഫ് ഡേ ആണ്. ഓക്കെ, വൈൽഡ് ലൈഫ് ഡേ. അതിൻ്റെ തീം എന്താണെന്ന് ചോദിച്ചാൽ കണക്റ്റിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്, എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇന്നോവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ. സോ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്, അത് ഓർക്കണം. നമ്മളിത് ഈ സെൻറ്റൻസ് അതേപടി ഓർത്തിരിക്കുക എന്ന് പറയാൻ നടക്കുന്ന കാര്യമില്ല. ഒന്ന് മനസ്സിൽ ഓർക്കുക, പീപ്പിളും പ്ലാനറ്റും തമ്മിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് എന്താ ഡിജിറ്റൽ ഇന്നോവേഷൻ, എവിടെ വൈൽഡ് ലൈഫ് കൺസർവേഷൻ. സോ കൺസർവേഷന് വേണ്ടിയിട്ട് നമ്മളൊരു ഡിജിറ്റൽ രൂപം കൊടുക്കുക. സോ പീപ്പിളും പ്ലാനറ്റും തമ്മിലുള്ള കണക്ഷൻ, ഒരു ഡിജിറ്റൽ ഇന്നോവേഷനും ഇതിൽ ഉദ്ദേശിക്കും. സോ വൈൽഡ് ലൈഫിൻ്റെ തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണക്റ്റിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്, എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇന്നോവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ. അതേപോലെ തന്നെ മാർച്ച് 3 വേറൊരു ദിവസമാണ് ഹിയറിംഗ് ഡേ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ തീം എന്താ വെച്ചാൽ ചേഞ്ചിങ് മൈൻഡ് സെറ്റ്. ഓക്കെ, ചേഞ്ചിങ് മൈൻഡ് സെറ്റ്, ലെറ്റ്സ് മേക്ക് എ ഹിയർ ആൻഡ് ഇയറിംഗ് കെയർ റിയാലിറ്റി ഫോർ ഓൾ. സോ ചേഞ്ചിങ് മൈൻഡ് സെറ്റ്, ഹിയർ ആൻഡ് ഇയറിംഗ് റിയാലിറ്റി ഫോർ ഓൾ എന്നും കൂടി ഓർത്തിരിക്കുക. അടുത്താണ് നാഷണൽ സേഫ്റ്റി ഡേ, സസ്റ്റൈനബിൾ ഫ്യൂച്ചർ തന്നെയാണ്, അതായത് സേഫ്റ്റി ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. സോ വൈൽഡ് ലൈഫ് ഡേൻ്റെ ഇതെന്താ വെച്ചാൽ കണക്റ്റിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്, ഡിജിറ്റൽ ഇന്നോവേഷൻ. വേൾഡ് ഹിയർ ഇന്ത്യ ആണെങ്കിൽ ചേഞ്ചിങ് മൈൻഡ് സെറ്റ്, ഹിയർ ആൻഡ് റിയാലിറ്റി ഫോർ ഓൾ. സേഫ്റ്റി ഡേൻ്റെ ആണെങ്കിലോ സേഫ്റ്റി ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. അത് മാർച്ച് 4 നോക്കുക. ഓക്കെ, നാഷണൽ സേഫ്റ്റി ഡേ എന്താണെന്ന് ചോദിച്ചാൽ മാർച്ച് 4 നോക്കുക. അടുത്താണ് വിച്ച് മിനിസ്ട്രി ഹോസ്റ്റഡ് ദ ഫസ്റ്റ് ബ്ലൂ ടോക്ക് മീറ്റിംഗ് ഓൺ ദ ഓഷ്യൻസ് ഇൻ ന്യൂഡൽഹി. ഫസ്റ്റ് ബ്ലൂ ടോക്ക് മീറ്റിംഗ് നടത്തിയത് ന്യൂഡൽഹിയിൽ വെച്ചിട്ട് ഏത് മിനിസ്ട്രിയാണ് നടത്തിയതെന്നാണ്. മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ്, ബി മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്, ഓപ്ഷൻ സി മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ, ഓപ്ഷൻ ഡി മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. കറക്റ്റ് ആൻസർ എന്ന് പറയാൻ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ആണെന്ന് നോക്കാം. അടുത്താണ് വിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് ലോഞ്ച്ഡ് എ ഇനീഷ്യേറ്റീവ് ടു സപ്പോർട്ട് യങ് എൻ്റർപ്രണേഴ്സ് കോൾഡ് M-Yuva സ്കീം. ഈ M-Yuva സ്കീം ലോഞ്ച് ചെയ്ത ഏത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെന്നാണ്. ഓപ്ഷൻ എ മധ്യപ്രദേശ്, ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്, ഓപ്ഷൻ സി ബീഹാർ, ഓപ്ഷൻ ഡി ഒറീസ.
കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് ആണെന്ന് നോക്കാം. ഈ യുവ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി യുവ ഉദ്യമി വികാസ് അഭിയാൻ. ഓക്കെ, മുഖ്യമന്ത്രി യുവ ഉദ്യമി വികാസ് അഭിയാൻ എന്നാണ്. ഇതൊന്നുമില്ല, 5 ലക്ഷം വരെയുള്ള ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ കൊടുക്കുന്ന പദ്ധതിയാണ് യുവ സ്കീം. അതേപോലെ ഈ യുപിന്റെ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ യോഗി ആദിത്യനാഥ് ആണെന്നും കൂടി നോക്കാം. ഓക്കെ, നമ്മൾ ഈ സെപ്പറേറ്റ് ഈ സ്റ്റേറ്റുകളെ പറ്റിയിട്ട് നമ്മൾ സെപ്പറേറ്റ് പഠിക്കുന്നതായിരിക്കും. അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്താണ് റിസ ടെക്സ്റ്റൈൽ വിച്ച് റീസെൻ്റ്ലി സീൻ ഇൻ ദ ന്യൂസ് റിസീവ്ഡ് എ ജിയോളിറ്റിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ആൻഡ് വിച്ച് ബിലോങ്സ് ടു വിച്ച് സ്റ്റേറ്റ്. അതായത് ഈ റിസ ടെക്സ്റ്റൈൽ എന്ന് പറഞ്ഞതിന് ഒരു GI ടാഗ് നേടിയിട്ടുണ്ട്. ഈ GI ടാഗ് നേടിയ റിസ ടെക്സ്റ്റൈൽ ഏത് സംസ്ഥാനത്തെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആസാം, ഓപ്ഷൻ ബി മണിപ്പൂർ, ഓപ്ഷൻ സി മിസോറാം, ഓപ്ഷൻ ഡി ത്രിപുര. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ത്രിപുരയാണ്. ഓക്കെ, റിസ ടെക്സ്റ്റൈൽ ഏത് സംസ്ഥാനത്തെന്ന് ചോദിച്ചാൽ ത്രിപുരയിലത്തെ ആണെന്ന് നോക്കാം. ഈ GI ടാഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ പൊതുവേ SSC റെയിൽവേക്കൊക്കെ കാണാവുന്ന ഒരു ചോദ്യമാണ്. അതായത് ഏത് സംസ്ഥാനത്ത് ഇത്, അതായത് ഈ കിട്ടിയ ഇതല്ല ഞാൻ പറയുന്നത്, റിസ ടെക്സ്റ്റൈൽ അല്ല, അതുമായിട്ട് വേറെ ഏതെങ്കിലും ഒരെണ്ണം. അത് ഫോർ എക്സാമ്പിൾ മുഗ സിൽക്ക് കേട്ടുവാണെന്ന് ചോദിക്കുന്നു. ഈ മുഗ സിൽക്ക് GI ടാഗ് നേടിയിട്ടുണ്ട്. അത് ഏത് സംസ്ഥാനത്തെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസാമുണ്ട്, കർണാടക ഉണ്ട്, ഇങ്ങനെ പല ഓപ്ഷൻ വരും. അത് ആസാമാണെന്ന് നോക്കുക. സോ അങ്ങനെ പല ഈ GI ടാഗ് നേടിയ ഇതിന്ന് പല ചോദ്യങ്ങളും വരാറുണ്ട്. അപ്പോൾ ഇതിന്ന് ഈ GI ടാഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെപ്പറേറ്റ് വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്താണ് വിച്ച് കൺട്രി ഡിസ്കവർഡ് എ 5000-year-old സെമിത്തേരി ബിലോങ്ങിങ് ടു എ കോപ്പറേജ് സൊസൈറ്റി. ഒരു 5000 വർഷം പഴക്കമുള്ള ഒരു സെമിത്തേരി, അതായത് കോപ്പറേജിലത്തെ, അത് എവിടെ കണ്ടെത്തി എന്നാണ് ചോദ്യം. ഏത് രാജ്യത്ത്? ഓപ്ഷൻ ഇറാൻ, ഓപ്ഷൻ ബി ഈജിപ്ത്, ഓപ്ഷൻ സി ഇറ്റലി, ഓപ്ഷൻ ഡി വിയറ്റ്നാം. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഇറ്റലിയിലാണ് 5000 വർഷമുള്ള സെമിത്തേരി കണ്ടെത്തിയെന്ന് നോക്കുക. അടുത്താണ് വിച്ച് സ്റ്റേറ്റ് റീസെൻ്റ്ലി ഡിസ്കവർഡ് ദ നിയോളിറ്റിക് ചൈൽഡ് ബറിയൽ സൈറ്റ്. നമ്മളിത് കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു. ഏത് സ്റ്റേറ്റിലാണ്, ഏത് സംസ്ഥാനത്താണ് നിയോളിറ്റിക് ചൈൽഡ് ബറിയൽ സൈറ്റ് കണ്ടെത്തിയെന്നാണ്. ഓപ്ഷൻ എ തമിഴ്നാട്, ഓപ്ഷൻ ബി കർണാടക, ഓപ്ഷൻ സി മഹാരാഷ്ട്ര, ഓപ്ഷൻ ഡി കേരള. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ തമിഴ്നാടാണ്. തമിഴ്നാട്ടിലെ നമ്മൾ പറയുന്നത് ചെങ്കൽപ്പേട്ടാണ്. ചെട്ടിമുത്തൂർ അല്ല, ചെട്ടിമേട് പുത്തൂർ തമിഴ്നാട്ടിലാണ് കണ്ടെത്തിയെന്ന് നോക്കുക. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. മാർച്ച് 4 കറണ്ട് അഫയേഴ്സ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മൾ എടുത്ത് കൊണ്ടുവരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. ഇതിൻ്റെ അപ്പുറം നമുക്കൊരു കറണ്ട് അഫയേഴ്സ് പഠിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം പൊതുവേ കറണ്ട് അഫയേഴ്സ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. ഇപ്പോൾ ഉള്ള വരുന്ന ചില എക്സാമുകൾക്കൊക്കെ 2021 മുതലുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ പറയാം, ഈ അടുത്ത് നടന്ന സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ എക്സാമിന് പോലും ഈ നോബൽ പ്രൈസ് നേടിയവരുടെ കാര്യം ചോദിച്ചിട്ടുണ്ട്. അത് 2021 ചോദിച്ചിട്ടുണ്ട്, 2022 ചോദിച്ചിട്ടുണ്ട്. സോ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഓർത്തിരിക്കേണ്ട കാര്യമാണ്, പഠിക്കേണ്ട കാര്യമല്ല. ഓക്കെ, നമുക്ക് കാണുമ്പോൾ ഓർത്ത് നമ്മുടെ മനസ്സിൽ കിട്ടേണ്ടതാണ് ഈ കറണ്ട് അഫയേഴ്സ്. മാത്രമല്ല പല ആൾക്കാരും പഠിക്കുന്നത് ഇത് 2024 നൗ, ഇത് 2024, 2023 ജനുവരി മുതലുള്ള മാത്രം നോക്കും. പക്ഷേ നമുക്കെന്താ നമ്മൾ ആലോചിക്കണം, SSC അതുപോലെ തന്നെ റെയിൽവേക്കൊക്കെ പൊതുവെ 25 മാർക്കിനൊക്കെ ജനറൽ അവയർനെസ് ചോദ്യമൊക്കെ വരുന്നു. ഈ 25 ചിലപ്പോൾ ഈ ഒരു കൊല്ലത്തിൻ്റെയോ അല്ലെങ്കിൽ ആവണമെന്നില്ല. നമ്മൾ ഇപ്പം മുതൽ ഒരു 4 കൊല്ലം മുമ്പ് വരെ, അത് 2020 മുതലുള്ളെങ്കിലും നമ്മൾ നോക്കിയാലാണ് അറ്റ്ലീസ്റ്റ് ഒരു 25-ൽ ഒരു 20 മാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ അത് ഈസി ആയിട്ട് കിട്ടിയാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല സ്കോർ തന്നെയാണ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക, അവർക്കും കൂടി ഇതിൻ്റെ യൂസ് കിട്ടിട്ട്. ഓക്കെ, നമ്മളപ്പോൾ അടുത്ത ഇതുപോലെ ഓരോ ദിവസത്തെ നമ്മൾ കറണ്ട് അഫയേഴ്സ് ആയിട്ട് പിന്നീട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.